ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. അതായത് ജൂലൈ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂലൈ മാസത്തിൽ ധനു രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. ധനു രാശി എന്ന് പറയുമ്പോൾ തന്നെ ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും അതുപോലെ തന്നെ മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാഗവും കൂടി ചേരുന്ന ധനു രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. ധനുരാശിക്കാർക്ക് ഗ്രഹസ്ഥിതി വച്ച് ചിന്തിക്കുകയാണെങ്കിൽ അനുകൂല ഭാവത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ശനി, 4-ാം ഇടത്തിൽ രാഹു, 5-ാം ഭാവത്തിൽ ചൊവ്വ, 6-ൽ വ്യാഴം, 7-ൽ സൂര്യൻ ശുക്രൻ, 8-ൽ ബുധൻ, അതായത് 10-ൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി. ഇവർക്ക് ഗുണദോഷ സമർശിതമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ സൂര്യചാരവശാൽ തന്നെയും മറ്റുള്ള ഗ്രഹങ്ങളുടെ, അതായത് 6-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവം കൊണ്ടും അനുകൂല ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയുടെ അഭാവം കൊണ്ടും നോക്കുന്ന സമയത്ത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ വരുവാനുള്ള സാധ്യത വളരെ കുറവായി തന്നെ കാണുന്നുണ്ട്. അത് കാരണം കുടുംബ സംബന്ധമായിട്ട് ചില കലഹങ്ങൾ മറ്റുള്ളതും വരുവാനുള്ള സാധ്യതകളുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും വിദ്യാർത്ഥികളുടെ പഠന കാര്യത്തിനും വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് തന്നെ പറയുന്നത്. അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. 2-ാം ഭാവത്തിൽ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് വിഷസംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഫുഡ് സംബന്ധം, അതായത് ഭക്ഷണ സംബന്ധമായിട്ടുള്ള വിഷം പകർച്ച ഉണ്ടാവാനുള്ള സാധ്യതകളോ ഒക്കെ ഉണ്ടാവും. അത് കാരണം ഫാസ്റ്റ് ഫുഡ് മറ്റുള്ള ഇതെല്ലാം കഴിക്കുന്നവർ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പുറത്തുപോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കൂടി അത് നല്ല വിധത്തിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വളരെ ഇതുണ്ടാവും. അതുപോലെ അതിന് മേലെ തന്നെ കൂട്ടുകാരുടെ നല്ലൊരു ബലം കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. ആരോഗ്യ സംരക്ഷണം ഉണ്ടാവും. അതുപോലെ ധൈര്യം, എന്ത് വന്നാലും നേരിടാമെന്നുള്ളൊരു ധൈര്യം, ചങ്കൂറ്റം എന്നിവയെല്ലാം മനസ്സിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്തും വരുന്നത് പോലെ കാണാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടാവും. ആരോഗ്യം ദൃഢമായിരിക്കും എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചു വരികയാണെങ്കിൽ, കുടുംബപരമായി ചിന്തിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധിയും ധനാഭിവൃദ്ധിയും എല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. പൂർവിക സ്വത്ത് കൈകാര്യം ചെയ്തുകൊണ്ട് അതിൽ കൂടുതലായിട്ട് കാണുന്നത് ഭാര്യയുടെ പൂർവിക സ്വത്ത് കിട്ടുവാനുള്ള സാധ്യതകളാണ് കൂടുതലും കാണുന്നത്. അവനവൻ്റെ സ്വത്തും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതായത് കുടുംബപരമായിട്ട് കുടുംബത്തിൽ പല വഴിക്കുള്ള കുടുംബത്തിൽ, അതായത് കൂട്ടുകുടുംബത്തിലൊക്കെ ആണെങ്കിൽ അതിനെല്ലാം വഴിത്തിരിവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഭാഗം വെച്ച് പിരിയാനുള്ള ഭാഗം വയ്ക്കുക പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ചെയ്യാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. രോഗസാധ്യതയ്ക്ക് ലേശം ഉണ്ടാവും. വയറ് സംബന്ധമായിട്ട് ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അത് കാരണം ഉണ്ടാവും. മാനസിക നില പൊതുവെ തകരാറിലായിരിക്കും. എന്നിരുന്നാലും മനസ്സിനെ വളരെ ദൃഢമായി പിടിച്ചുകൊണ്ട് മാനസികപരമായിട്ടും ലളിത സഹസ്രനാമവും ഭഗവതി ഭജനവും എല്ലാം ഉണ്ടെങ്കിൽ മനസ്സിനെ കഠിനമായി നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. കടത്തിൽപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം കടബാധയിൽ നിന്നെല്ലാം മോചനം നേടുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. എന്നിരുന്നാലും ഈ മാസം ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത മാസം ഉറപ്പായിട്ടും കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കാരണം ചെറുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ നിൽക്കാൻ പറ്റുക പറഞ്ഞാൽ കടബാധ്യതയിൽ പെട്ടിരിക്കുന്നവരെല്ലാം അതിന് വളരെ ശ്രദ്ധയോടുകൂടി തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത മാസം ജൂലൈയിലല്ല ആഗസ്റ്റ് മാസത്തിൽ ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുവാനുള്ള സാധ്യത. അത് ഈ മാസം തന്നെ മുൻകൂട്ടി കാണണം എന്നാണ് പറയുന്നത്. അതിനുള്ള കണ്ടുപിടുത്തങ്ങൾ അതിനുള്ള ആലോചന ശക്തികളും അതിനുള്ള ധനാഗമങ്ങളും മറ്റുള്ള ചെറുത്തു നിൽക്കാനുള്ള കെൽപ്പ് വേണം, അല്ലെങ്കിൽ അതിനുള്ള ശക്തി വേണം, ആലോചന ശക്തി വേണം, ബുദ്ധിശക്തി വേണം, ഓർമ്മശക്തി വേണം, മറ്റുള്ളവരായിട്ട് കൂടിയായോനാണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യത വേണം, കൂട്ടുകുടുംബങ്ങളായിട്ടുള്ള ധാരണകൾ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഇതിനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കാര്യസാധ്യതകളെല്ലാം നടക്കുവാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രശസ്തിയും അംഗീകാരവും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലികൾക്കെല്ലാം താല്പര്യം എടുക്കുന്നവർക്കെല്ലാം അത് കിട്ടുവാനുള്ള സാധ്യതയും PSC ലിസ്റ്റിൽ വന്ന് കിടക്കുന്ന ജോലികളെല്ലാം കിട്ടുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള യോഗം കാണുന്നുണ്ട്, ഭവന യോഗം കാണുന്നുണ്ട്, ഭൂമി യോഗം കാണുന്നുണ്ട്,
കാണുന്നുണ്ട്. ഭാഗ്യം വർധനവ് കാണുന്നുണ്ട്. എല്ലാം ഉണ്ട്, ഇവർക്കെല്ലാം അനുകൂലപരമായിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏകദേശം 30% ആളുകൾ ഇപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. കാരണം അത് ബുദ്ധിയില്ലായ്മ കാരണം കൊണ്ടാണ്. ബുദ്ധിയില്ലായ്മ കാരണം അവനവൻ്റെ ഇംഗിതം അല്ലെങ്കിൽ അവനവൻ്റെ സൗകര്യം മുതലെടുക്കാൻ അല്ലെങ്കിൽ അതിന് ചെറുത്ത് നിൽക്കാൻ കഴിയാത്തവരിൽ അവരാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവർക്ക് അനുകൂലപരമായിട്ടുള്ള സമയമാണ് നടന്നത്. വ്യാഴമൊക്കെ 5ാം ഭാവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം വളരെ ധനം വന്ന് കയ്യിൽ വന്ന് പിടിച്ചിട്ട് നീക്കുന്ന സമയത്ത് അത് ഏത് ലെവലിൽ ചെലവ് ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെടുകയല്ല, ലാളിച്ച് ഒരുപാട് ലാളനകളും അല്ലെങ്കിൽ അമിത ചെലവുകളും മറ്റു ചെലവുകളും ആലോചന ശക്തിയില്ലാത്ത വരവ് ചെലവുകളും എല്ലാം കാരണം ആകെ ബുദ്ധിമുട്ടിട്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും ചിലവർക്ക് മാത്രമേ. പക്ഷേ 70% ആൾക്കാർക്കും വളരെ ഉചിതപരമായിട്ടുള്ളൊരു ഫലം തന്നെയാണ് ധനുരാശിക്കാർക്കുള്ളത്. അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്ന കാരണം കൊണ്ട് ബുദ്ധിശക്തി കുറവായിരിക്കും. ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ നന്നായിട്ട് വേണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭാഗ്യവർധനവുണ്ടാവും. ഭാഗ്യവശാൽ ധനം കിട്ടുവാനുള്ള സാധ്യത ഉറപ്പായിട്ടും കാണുന്നുണ്ട്. അതായത് മൂലം പോരാടം ഉത്രാടം എന്ന ധനുരാശിക്കാർക്ക് ഭാഗ്യവശാൽ ധനം കിട്ടുവാനുള്ള സാധ്യത ഈ മാസത്തിൽ തള്ളിക്കളയാനേ പറ്റില്ല, തീർച്ചയായിട്ടും കിട്ടും. അതിൽ അതിശക്തമായിട്ടുള്ള വ്യാഴദശയോ ശുക്രദശയോ അനുകൂല ഭാവത്തിൽ നടക്കുന്നവർക്കാണെങ്കിൽ കടം വീടുവാനുള്ള ധനം തന്നെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കർമ്മസ്ഥാനം, അതായത് തൊഴിൽ സ്ഥാനം വളരെ പുരോഗതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് കാരണം തൊഴിലിൽ മുന്നേറ്റങ്ങൾ വരുവാനുള്ള സാധ്യത, ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം പ്രമോഷൻ കിട്ടുവാനുള്ള സാധ്യത, സേനാധിപത്യം വഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പോലീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം അനുകൂലപരമായിട്ടുള്ള അവർ അർഹിക്കുന്ന ഫലങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകളെല്ലാം കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. കർമ്മ മേഖലയിൽ വളരെ ശ്രദ്ധ വേണം. രാഷ്ട്രീയത്തിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ ഉചിതപരമായിട്ടുള്ളൊരു സമയമാണ് കാണുന്നത്. അതുപോലെ സാംസ്കാരിക കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉചിതപരമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൻകിട ഓഫറുകളും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചെയ്യുന്ന തൊഴിലിനനുസരിച്ച് വരുമാനം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ സംബന്ധമായിട്ട് ജോലിക്കെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അർഹതമായിട്ടുള്ള ഈ മാസം തന്നെ അതിനുള്ള സാധ്യതയെല്ലാം തെളിഞ്ഞു വരികയും പോകാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതെല്ലാം കാണുന്നുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. വിദേശ സംബന്ധമായി ജോലി ചെയ്യുന്നവർക്കെല്ലാം വലിയ കുഴപ്പമില്ലാത്തൊരു സാധ്യതയാണ് കാണുന്നത്. കമ്പ്യൂട്ടർ മേഖല, അതുപോലെ തന്നെ IT മേഖല, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് മേഖല, മൊബൈൽ സംബന്ധമായിട്ടുള്ള മേഖല, ലാപ്ടോപ്പ്, അങ്ങനെയുള്ള ഇലക്ട്രോണിക് സംബന്ധമായിട്ടും ബിസിനസ് നടത്തുന്നവർക്കും അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാത്തിലും ദോഷ സമയമാണ് കാണുന്നത്. കടബാധ്യതകൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. കൈവശമുള്ള സ്വർണം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ മാലകളും മറ്റുള്ള വളകളും മറ്റുള്ളതൊക്കെ കളവ് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ മറന്നു വച്ചു പോകാനുള്ള സാധ്യതകൾ കണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. ഭാഗ്യം കുറവാണെങ്കിൽ വ്യാഴപ്രീതി ചെയ്യണം. വ്യാഴപ്രീതി പറഞ്ഞാൽ മഹാവിഷ്ണുവിനെ പ്രതിപ്പെടുത്തണം. ഗുരുവായൂർ ദർശനം നടത്തുന്നത് മൂലം കുറേ അനുകൂല ഭാവങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ്. അലോപ്പതി മേഖലയിലും ആയുർവേദ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മെഡിസിൻ സംബന്ധമായിട്ടുള്ള മേഖലയിലും ആസ്പത്രി സംബന്ധമായിട്ടുള്ള മേഖലകളിലും അത് ഉപരിജീവിതം നടത്തുന്ന എല്ലാ മേഖലയിലുള്ളവർക്കും ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. മെക്കാനിക്കൽ സംബന്ധമായിട്ടും ഇരുമ്പ് സംബന്ധമായിട്ടും സ്റ്റീൽ സംബന്ധമായിട്ടും ഖനന സംബന്ധമായിട്ടുള്ള മേഖലയിൽ ഹൈടെക് ബിടെക് അങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ മുൻഗണന ഭാഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രമോഷൻ ഉറപ്പാണ്. വൻകിട ധനലാഭത്തിന് വഴിയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല ലാഭം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ പല അംഗീകാരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. വാഹന വിപണി നല്ല പുരോഗമന പാതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഹൈടെക് മേഖലയിൽ, അതായത് ഹൈടെക് മേഖല വാഹന സംബന്ധമായിട്ടുള്ള പുതിയ സ്വരൂപങ്ങൾ എങ്ങനെ സ്വരൂപിച്ചെടുക്കാം എന്നുള്ള ഒരു ബുദ്ധിപൂർവകരമായിട്ടുള്ള ഹൈടെക് എഞ്ചിനീയർമാർക്കുള്ള ബുദ്ധി വളരെ കൂടുതലായിരിക്കും. അതിൽ ഗവേഷണത്തിലെല്ലാം വളരെ ശാസ്ത്ര മേഖലയിലും ജ്യോതിഷ മേഖലയിലും പങ്കെടുക്കുന്നവർക്കും അതുപോലെ വക്കീലന്മാർക്കും വാക്കുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കും എല്ലാം വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ധനുരാശിക്കാർക്ക് ഈ മാസത്തിൽ വരുവാനുള്ളത്. ധനുരാശിക്കാർക്ക് തന്നെ ഈ അനുകൂലപരമായിട്ടുള്ള ദിവസങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ജൂലൈ 4 തൊട്ടിട്ട് 7 വരെ,
5, 6, 7 വരയ്ക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ്. അത് വിട്ട് കഴിഞ്ഞാൽ 12, 13, 14, 15, 16, 17, 18, 12 to 18 വരയ്ക്കും വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് ഉള്ളത്. അതായത് ഈ മാസത്തിൽ ഉള്ള നല്ല ദിവസങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്നിരുന്നാലും നക്ഷത്രവശാൽ ചെയ്യാൻ പറ്റുന്ന ധനുരാശിക്കാർക്ക്, മൂല നക്ഷത്രക്കാർക്ക് ഗണപതി ഹോമം ഗണപതി ക്ഷേത്രത്തിലും, പൂരാട നക്ഷത്രക്കാർക്ക് ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദർശനവും, അതുപോലെ തന്നെ ഭാഗ്യസൂക്തവും രക്തപുഷ്പാഞ്ജലിയും, അതുപോലെ തന്നെ പുഷ്പാർച്ചന നടത്തുന്നത് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഉത്തരാട നക്ഷത്രക്കാണെങ്കിൽ ശിവനെങ്കിൽ ധാരാമാല വിളക്ക് എന്നിവ നടത്തുന്നത് മൂലം കുറേ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.